പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷിച്ച് മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി ഈ പ്രാവശ്യം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ കെ ജെ തോമസ്, കർത്തൃദാസന്മാരായിരിക്കുന്ന ബാബു സാമുവേൽ, ജ്യോതിസ് എബ്രഹാം, നിസ്വ OPS സഭയുടെ ശുശ്രൂഷകൻ രാജു ഡിക്രൂസ്, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 41 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഈ സഭയ്ക്ക് ദൈവം സമാരംഭം കുറിച്ചു. എല്ലാ വർഷവും അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിലുള്ളതായ ദൈവവചന ശുശ്രൂഷയും ബൈബിൾ ക്ലാസ്സും ഒക്കെ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ ഒരാഴ്ച നടക്കുന്ന, ബുധനാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ ഇവിടെ വെച്ച് നടക്കുന്ന ഈ കൺവെൻഷൻ നമുക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹവും ധന്യമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടിയാണ് നാം ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഇച്ഛകളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. 1 തിമോഥെയോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയാണ് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവറിയിലാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിന് അല്ലെങ്കിൽ മനസ്സിന് പുതുക്കം ആവശ്യമാണ്. ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഇഷ്ടമുണ്ട്, ഹിതമുണ്ട്. ആ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി തീരുന്നത്, സാക്ഷാത്കരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനുള്ള മാർഗം എന്താ? വചനം പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുവാനായിട്ടിടയാകും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലൂടെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയാകും. വചനം ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മനുഷ്യർ സ്തോത്രം ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ മോക്ഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. രാത്രിയിൽ യേശു ക്രിസ്തുവിനെ കാണുവാൻ പരീശന്മാരുടെ കൂട്ടത്തിലുള്ള പ്രമാണിയായിരിക്കുന്ന നിക്കോദിമോസ് കടന്നു വന്നു. നല്ല ഗുരു എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ അഭിസംബോധന ചെയ്യുകയാണ്. യേശു അവനോട് പറഞ്ഞ മറുപടി: നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. നിക്കോദിമോസ് വചനങ്ങളൊക്കെ അറിയാവുന്നവനാണ്. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും എങ്ങനെയാണ് ജനിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ യേശു വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ വ്യക്തിയോട് പറയുകയാണ്. ഒരു നിത്യത കൈവശമാക്കണമെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സത്യം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ യോഗങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അകത്തും പുറത്തുമുള്ളവർക്ക് ഒരുപോലെ പ്രയോജനപ്പെടണം. കർത്താവിൻ്റെ വരവാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വളരെ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനെയാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെ ശക്തമായ നിലയിൽ കറതീർന്ന സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ, കുമളി അണക്കരയിലുള്ള ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തെ ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഒരുമിച്ച് പല ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അവസരങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള സഭ അദ്ദേഹത്തെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച പ്രിയ ദൈവദാസനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ കഴിയും. ഈ യോഗങ്ങളിൽ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയും. എപ്പോഴാണ് വ്യക്തികളെ ദൈവം സന്ദർശിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല.
അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടും ഒരുക്കത്തോടും കൂടെ ഈ യോഗങ്ങൾ ഒന്നുപോലും നഷ്ടമാക്കാതെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നതിന് വേണ്ടി സമർപ്പണത്തോടു കൂടെയായിരിക്കാം. കർത്താവിൻ്റെ വരവ്, മരണം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം കൂടെ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്നും നമ്മൾ കരം കൊടുത്ത് ഈ യോഗത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ഇടത്തും വലത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സൊന്ന് തുറന്ന്, സാധാരണ വരുന്നൊരു കൺവെൻഷൻ പോലെയല്ല, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇവിടെ മുടങ്ങണം. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് എത്തി, സ്വർഗത്തോളം എത്തുന്ന കോവേണി, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തതുപോലെ ഈ ബോഷാള് ഒരു ബഥേലായി മാറുകയും സ്വർഗീയ ശക്തിയാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇവിടെ മുടങ്ങി കേൾക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനത്തെ തടയുന്നൊരു ശക്തിയുണ്ട്. അതിനുമേൽ ഇന്ന് രാത്രി ദൈവം ജയം തരുവാനിടയായി തീരണം. ഈ ദിവസങ്ങൾ ജനത്തെ തടുത്തു വെക്കുവാൻ പിശാചിന് യാതൊരു നിലയിലും അതിന് കഴിയാതെ വണ്ണം ആത്മാവിന് വലിയ പ്രവാഹം ഇതിനകത്ത് വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജനത്തെ സാഹചര്യങ്ങൾ മുടക്കം വരുത്താതെ, ജോലിയിൽ പ്രോബ്ലം വരാതെ, യാത്രാ ക്ലേശങ്ങൾ വരാതെ എല്ലാവരും കടന്നു വരേണ്ടതിന് ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെ ഹല്ലേലൂയ ദുഷ്ടൻ തടയാതെ ഇവിടേക്ക് കൂട്ടിവരുത്തേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവദാസന്റെ ഒരു അഗ്നികഷണമായി ഇന്ന് രാത്രി ദൈവം നമ്മുടെ നടുവിൽ ഉപയോഗിക്കുവാൻ, ശ്രേഷ്ഠകരമായ ഗാന ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ ഇവിടെ ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് കരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ് പ്രിയപ്പെട്ടവരെ. ഓടാ മന രഗന ജഗ രഗക്ഷംധര ഹല്ലേലൂയ. എന്തിനായി കരം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്? ഐക്യതയുടെ തെളിവായി. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഏതൊരു കാര്യവും ചെയ്തു തരാമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണെങ്കിൽ നമ്മൾ ഐക്യതയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവസഭയ്ക്കായി സ്തോത്രം. കൗൺസിലിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇതിനെ നനച്ചവരുണ്ട്, നിത്യതയിൽ വിശ്രമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ കർത്താവേ, അതാത് കാലഘട്ടങ്ങളിൽ ദൈവം അയച്ച കർത്തൃദാസന്മാർ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രഘോഷിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആത്മീയ മനുഷ്യന്റെ വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസന ദൈവം ഞങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുമ്പോൾ ഒരഗ്നി കഷണമാക്കി പാറയെ തകർക്കുന്ന ചുറ്റികയായി ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണമേ കർത്താവേ. ഹല്ലേലൂയ. ഹൃദയങ്ങളിലെ ഇരുളുകൾ മാറണമേ. മുൻവിധിയോടുകൂടി ആരും ഇരിക്കാതെ ഇതുവരെ പ്രാപിക്കാത്ത വചന വെളിപ്പാടുകൾ ഹല്ലേലൂയ പ്രാപിച്ച് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി എന്ന് വായിക്കുന്നത് പോലെ കാണേണ്ടവനെ കണ്ട്, കേൾക്കേണ്ടത് കേട്ട്, അറിയേണ്ടവനെ അറിഞ്ഞ് ഇന്ന് രാത്രി കടന്നു പോകുവാനിടയാകണമേ. ജനത്തിന്റെ വരവിനെ തടുക്കുവാൻ ദുഷ്ടനെ അനുവദിക്കരുതേ. സകല പാരമ്പര്യ പൗരോഹിത്യ പൈശാചിക മണ്ഡലങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനാം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ യോഗത്തെ ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. തുറന്ന മുഖവരകൾ പറഞ്ഞ് വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുറന്ന മനസ്സോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്തൃദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണമേ എന്നുള്ള സമർപ്പണത്തോടുകൂടായിരിക്കാം. അങ്ങനെ നാം ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ദൈവം തന്റെ വചനത്തിന്റെ പ്രവാഹം നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയാകുന്നത്. പാസ്റ്റർ കെ ജെ തോമസിനെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളുടെ പ്രഥമ രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന മഹനീയമായ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ പ്രാദേശിക സഭയുടെ ചുമതല വഹിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് പാസ്റ്റർ, ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, ജീവിത സന്ധാരണത്തിനായി കരയും കടലും കടന്ന് രാജ്യത്ത് വന്ന് ബദ്ധപ്പാടുകളുടെയും ജോലി തിരക്കുകളുടെയും ഒക്കെ നടുവിൽ ഇല്ലാത്ത സമയമുണ്ടാക്കി ഈ രാത്രി യോഗത്തിൽ ആവലോടെ വന്നിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വിശേഷാൽ ഈ സഭയുടെ കൗൺസിൽ മെമ്പേഴ്സ്, എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മപ്രചോദനങ്ങളായ അർത്ഥസമ്പുഷ്ടങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന സഹോദരങ്ങൾ, ഉച്ചഭാഷണിയുടെ ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി നന്നായി ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ചരിത്രത്തിൻ്റെ ത്വരിതഗതിയിലുള്ള ഗമനത്തിന് പ്രപഞ്ചം മൂകസാക്ഷിയാകുന്നു. ഭൂതകാല യവനികയ്ക്കുള്ളിലെ വർഗീയവും മതാധിഷ്ഠിതവുമായ നങ്കൂരങ്ങൾക്കൊക്കെ ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതിഹാസ പ്രസിദ്ധങ്ങളായ നാഗരികതകൾ പ്രാവിർഭവിക്കുകയും വീണ്ടും മണ്ണിനടിയിലേക്ക് തിരോധാനപ്പെടുകയും ചെയ്യുന്നു. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. പോരിന്റെ ക്രന്ഥനങ്ങൾ അടർക്കളത്തിൽ മുഴങ്ങുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലം പലതിനെയും പുതിയ ആവരണമണിയിച്ച് രംഗത്തിറക്കുന്നു. തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളും കാലത്തിനൊത്ത പുത്തൻ കുപ്പായങ്ങൾ അണിയുന്നു. ആക്രമവും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും കരിംചന്തയും ഇന്നത്തെ മനുഷ്യന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. മനോരോഗികളുടെ എണ്ണം പെരുകുന്നു. കൊലപാതകങ്ങളുടെ എണ്ണം ഗണ്യാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ. ആഗോള സാമ്പത്തിക മാന്ദ്യം, ആഗോള താപനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യൻ ഇവിടെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരുത്തുറ്റ ഭരണാധികാരികൾ എന്ന് നാം ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഭരണസാരഥികൾക്ക് പോലും അവരവർ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭരണസുരാചക്രം എങ്ങനെ തിരിക്കണമെന്നറിയാതെ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചുരുക്കി പറഞ്ഞാൽ, ചിന്തിക്കുന്ന സകല മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. അത് മനുഷ്യന്റെ ഭാവി ആശാവഹമല്ല എന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യ ഭാവിക്കു മുകളിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടി നാളെയുടെ നീളയിൽ ഇവിടെന്തു സംഭവിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും നിർജീവന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ ആനുകാലിക സംഭവങ്ങളെ കണ്ടുകൊണ്ട് അകത്തൂറിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്താ നമ്മൾ അകത്തൂറിച്ചിരിക്കുക? പത്രപാരായണം നടത്താത്തത് കൊണ്ടാണോ? അല്ലവേ അല്ല. എല്ലാ ദിവസവും പ്രഭാതാഭിവാദനങ്ങൾ എന്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ പറന്നെത്തുന്ന വർത്തമാന പത്രങ്ങൾ കുല്ലങ്കച്ചമായി നാം വായിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ, ശ്രവ്യ മാധ്യമങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു. ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു വേദ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി നിരാശ ലവലേശമില്ല. പ്രത്യുത നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറുന്നു. ഏതാണ് പ്രത്യാശ? ആകാശം മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. എത്ര പേർക്ക് ഈ രാത്രി ആ ഉറപ്പുണ്ട്, ആ പ്രത്യാശയുണ്ട്? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസും സഹയാത്രികരും യാത്ര ചെയ്ത ആ മഹാസമുദ്രം ആയിരക്കണക്കിന് 10,000 വിനോദസഞ്ചാരികളുടെ വികാര
അടിയന്തരമായിരുന്നു. ആ സമുദ്രത്തിനപ്പുറത്ത് വല്ലതും ഉണ്ടോന്നറിയാൻ നൂറുകണക്കിന് യാത്രക്കാര് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അനന്തമായ സമുദ്രത്തിനപ്പുറത്ത് ഒന്നും തന്നെ കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാതി വഴിക്ക് യാത്ര മതിയാക്കി ആ യാത്രക്കാര് തിരികെ വന്നു. സ്പെയിനിലെ രാജാവിന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു: രാജാവേ, ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് മണ്ടൻ രാജാവ് ആ സമുദ്രത്തിൽ ഒരു ബോർഡ് എഴുതി വെപ്പിച്ചു. അതിങ്ങനെ: ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. ഇത് വായിച്ചിട്ടാണ് കൊളംബസും സഹയാത്രികരും യാത്ര ആരംഭിച്ചത്. മാസങ്ങൾ നീണ്ട യാത്ര, ഒരു കര കാണാനില്ല. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി. ഉടനെ കൊളംബസിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു: സാറേ, യാത്ര തുടങ്ങിയിട്ട് മാസങ്ങളായി, കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി, ഒരു കരയോ കാണാനില്ല. അതുകൊണ്ട് ഞങ്ങളൊരു നല്ല കാര്യം പറയാം, വന്ന നാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതാ ബുദ്ധി അല്ല. ഇനി യാത്ര തുടരാൻ തീരുമാനിച്ചാൽ ആഹാര സാധനങ്ങൾ മുഴുവൻ തീരും, നമ്മൾ പട്ടിണി കിടന്നു മരിക്കും, ഈ കപ്പൽ തകരും, നമ്മുടെ ശവശരീരങ്ങൾ ഈ സമുദ്രത്തിലെ മത്സ്യങ്ങൾ വെട്ടി വീഴുന്നു. അതിനേക്കാൾ നല്ലത് വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകുക. കൊളംബസ് അവരോട് പറഞ്ഞു: ഇല്ലില്ല, വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞാനില്ല. ഇത് പറഞ്ഞിട്ട് വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: ദാ ഒരു കര കാണുന്നു, ദാ ഒരു കര കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതും സഹപ്രവർത്തകര് പെരുവരളിൽ കുത്തി ദൂരേക്ക് നോക്കി. പക്ഷേ ഒരു കര കാണാനില്ല. ഉടനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവര് പറഞ്ഞു: യാത്രയുടെ ദൈർഘ്യ നിമിത്തം മാനസിക സമ്മർദ്ദം പേറി കൊളംബസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇല്ലാത്തൊരു കര ദാ കാണുന്നു എന്ന് അദ്ദേഹം പറയുക. ഉടനെ കൊളംബസ് അവരോട് പറഞ്ഞു: ഇല്ലില്ല, നിങ്ങൾ പറയുന്നത് പോലെ യാത്രയുടെ ദൈർഘ്യ നിമിത്തം മാനസിക സമ്മർദ്ദം പേറി എനിക്ക് ഭ്രാന്തൊന്നും സംഭവിച്ചിട്ടില്ല. ദാ ഒരു കര കാണുന്നു എന്ന് ഞാൻ വെറുതെ പറയുന്നതുമല്ല. ഈ സമുദ്രത്തിന് മുകളിലൂടെ അങ്ങോട്ട് പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടോ? ഏതാ ഈ പക്ഷികൾ? ഈ പക്ഷികൾ സമുദ്രത്തിൽ വളരുന്ന പക്ഷികളല്ല, പിന്നെ ഏതോ കരയിൽ വളരുന്ന പക്ഷികൾ. സന്തോഷാധിക്യത്തല്ല, കരയിൽ നിന്ന് ചിറകടിച്ച് പറന്നു പൊങ്ങി പറന്ന് തിമിർത്ത് മടുത്തു കഴിഞ്ഞപ്പോ അവ വളരുന്ന കരയിലേക്ക് വിശ്രമത്തിനായി തിരിച്ചു പറക്കുകയാണ്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന ഒരു കര ഇതിന്റെ അപ്പുറത്തുണ്ട്. ഈ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന പച്ച സസ്യങ്ങൾ നിങ്ങൾ കണ്ടോ? ഏതാ ഈ സസ്യങ്ങൾ? ഏതോ കരയിൽ വളരുന്ന സസ്യങ്ങൾ. മലവെള്ളം അതിന്റെ മാസ്മര ലഹരിയിൽ ഒഴുകി വന്നപ്പോ പിഴുതെടുത്ത് ഈ സസ്യങ്ങളെ ഈ സമുദ്രത്തിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന ഒരു കര ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഈ രണ്ടടയാളങ്ങൾ വെളിച്ചത്തിലാണ് കൊളംബസും സഹയാത്രികരും യാത്ര മതിയാക്കാതെ യാത്ര തുടരാൻ തീരുമാനിച്ചത്. അവസാനം അത് സത്യമെന്ന് തെളിയിച്ചുകൊണ്ട് പക്ഷികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന അമേരിക്ക എന്ന കരയിൽ അവർ കാലുകുത്തി. അതെന്തിനാ? ഇന്ന് രാത്രി ഒമാനിൽ ഞാൻ വിളിച്ചു പറയുക. വിളിച്ചു പറയാനുള്ള കാരണം ഇതാ: ഈ ലോകത്തിനപ്പുറത്തൊന്നുമില്ലെന്ന് ലോകം മനുഷ്യൻ വിളിച്ചു പറയുമ്പോ ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ഭക്തൻ, ഒരു ദൈവത്തിന്റെ ഭക്ത ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയും. എന്തു വിളിച്ചു പറയും? ഇതിനപ്പുറത്തൊരു കരയുണ്ട്, ഇതിനപ്പുറത്തൊരു നാടുണ്ട്, ഇതിനപ്പുറത്തൊരു വീടുണ്ട്, ഇതിനപ്പുറത്തൊരു വിശ്രമ സ്ഥലമുണ്ട്. അവിടെ നാം എത്തിച്ചേരാറായി. അതാണ് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുക എന്ന് തിരിച്ചറിയുമ്പോ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ തുടിപ്പോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും. അവരെ കരമുയർത്തി ഈ രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയ സുവിശേഷത്തിന്റെ ലളിതമായ സന്ദേശത്തിന്റെ കൈമാറ്റത്തിലൂടെ നമ്മുടെ ഭാവികാല പ്രത്യാശയെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് ഞാൻ സമയത്ത് നിർത്തിക്കൊള്ളാം. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്കിനി സമയം കിടക്കുകയാണ്. ശാന്തമായി നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. വായിക്കാം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വേദഭാഗങ്ങൾ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം.
അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാമോ? ജീവനുള്ള പ്രത്യാശ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. വായിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിടാം. ചിലര് ബൈബിളൊക്കെ വായിച്ചു വരുന്നതേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, മുഖത്ത് നോക്കിയിരിക്കുക. എന്നാലല്ലേ പ്രസംഗിക്കാൻ എനിക്കും ഒരു സന്തോഷം വരികയുള്ളൂ. എബ്രായ ലേഖനം വായിക്കണ്ട കേട്ടോ. 9-ാം അധ്യായം 24, 26, 28 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ, 3 വിധ പ്രത്യക്ഷതകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ പ്രത്യക്ഷത പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ഒരിക്കൽ പ്രത്യക്ഷൻ ആയി. യേശു ഒരിക്കൽ പ്രത്യക്ഷൻ ആയി എന്ന പദപ്രയോഗം ഒരു ഭൂതകാല ക്രിയയാണ്. അത് ഒരു കഴിഞ്ഞകാല സംഭവമാണ്. അത് ഭാവികാല ക്രിയയെങ്കിൽ, കഴിഞ്ഞകാല സംഭവമെങ്കിൽ, ഏതാണ് യേശുവിന്റെ ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2014 കൊല്ലങ്ങൾക്ക് മുമ്പ് അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായിരുന്ന, സ്വർഗത്തിന്റെ തിലകമായിരുന്ന നമ്മുടെ രക്ഷിതാവ് നമ്മെ തേടി ഈ മണ്ണിൽ ഒരു ജഡ ശരീരത്തിൽ വെളിപ്പെട്ടതിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നു, യേശു ഒരിക്കൽ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ആസന്നിഗ്ധമായി വിളിച്ചു പറയാം. കർത്താവായ യേശു ക്രിസ്തു ഓരോ കാലഘട്ടത്തിൽ ഓരോ വേഷം കെട്ടി ഈ മണ്ണിൽ അവതരിച്ചവനല്ല. പിന്നെ യേശുവാര്? അവൻ ഒരിക്കൽ ഇവിടെ ജഡത്തിൽ വെളിപ്പെട്ടവനാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവങ്ങൾ കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ. സഹൃദയരായ ശ്രോതാക്കളെ, ചരിത്രം അനേകം മഹാരഥന്മാര് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ലോകം കണ്ട ഭരണകർത്താക്കൾ, ഉന്നതന്മാർ, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരൊക്കെ ചരിത്രം നമുക്ക് സംഭാവന ചെയ്തവരാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ചരിത്രത്തിന്റെ സംഭാവനയല്ല. പിന്നെ യേശുവാര് ചരിത്രാതീതനെങ്കിലും ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച, ചരിത്രത്തിന് മനുഷ്യവർഗത്തിന് സ്വർഗം കൊടുത്ത, ദൈവം കൊടുത്ത, വിലമതിക്കാനാകാത്ത അതുല്യ സമ്മാനമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശു എന്ന് കേൾക്കുമ്പോ മനസ്സ് നിറഞ്ഞ സ്തോത്രം പറയാൻ എത്ര പേര് രാത്രി തയ്യാറാകും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ആകട്ടെ, യേശു എന്തിന് ഇവിടെ പ്രത്യക്ഷനായത്? ബൈബിൾ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് അടുത്തത് അടിവരയിടേണ്ട പദമാ. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പാപമെന്ന വിഷയം ഇന്ന് രാത്രി മുഴുവൻ നിന്ന് പ്രസംഗിച്ചാലും അധിക പ്രസംഗമാകില്ല. എങ്കിലും ഇന്ന് രാത്രി സ്നേഹിതരെ, പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞാലേ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവമൊരുക്കിയ രക്ഷ എത്ര ഉന്നതമാണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിടാം. 17-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹൂദയുടെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും
വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുകയാണ്. ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും മനുഷ്യന്റെ പാപം എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉടയ തമ്പുരാൻ എവിടെയെങ്കിലും മനുഷ്യന്റെ പാപം അങ്ങനെ എഴുതി വച്ചിരിക്കുന്നു എന്നാണോ? അല്ല. പിന്നെ പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാ പദപ്രയോഗമാണ് ഇരുമ്പെഴുത്താണി വജ്രമുന. ആകട്ടെ, ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയാൽ വജ്രമുന കൊണ്ട് എഴുതിയാൽ എന്താണ് ഗുണം? ഗുണം ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഭക്തനായ ഇയ്യോബ് ജീവിതത്തിൽ പരിവരുത്തി അനുഭവങ്ങളിലൂടെ നീണ്ട വർഷങ്ങൾ പോയ ദൈവഭക്തന് ചിലപ്പോഴെങ്കിലും തന്റെ പ്രതിസന്ധിയോട് മാനസികമായി പൊരുത്തപ്പെടാൻ ആ ഭക്തന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകാരികമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നീണ്ട വർഷങ്ങൾ താന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഈ സങ്കടമെല്ലാം കൂടെ ഈയം കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയാൽ, വജ്രമനു കൊണ്ട് എഴുതിയാൽ, ഈയം കൊണ്ട് എഴുതിയാൽ അത് കുറച്ചു കാലത്തേക്കുള്ളതല്ല, അത് സദാകാലത്തേക്കുമുള്ളതാണ്. ചരിത്രത്തിൽ നിന്ന് മറ്റൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അശൂർ രാജാവായ സാർഗോൺ. ശ്രദ്ധിക്കുക. ഓക്കെ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാ. അശൂർ രാജാവായ സാർഗോൺ, അതായത് അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ അല്ലാതെ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി, അശൂരിനെ ഭരിച്ചിരുന്നതായി യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകരും വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ തെറ്റില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. യെശയ്യാ 21-ൽ പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, അശൂരിനെ ഭരിച്ചിട്ടില്ല. ജനിക്കാത്ത, ജീവിക്കാത്ത, ഭരിക്കാത്ത ഒരു രാജാവുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണ്. എന്തിനേറെ പറയുന്നു, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലും വേദപുസ്തകം തെറ്റാണെന്ന് തെളിയിക്കാൻ അതിനെ ഒരു തെളിവായി സ്വീകരിച്ചിരുന്നു. രാജ്യങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും പ്രസംഗകർ അത് പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് നടന്നു. വിജ്ഞാനകോശങ്ങൾ അത് എഴുതി പിടിപ്പിച്ചു. അങ്ങനിരിക്കെ AD 1482 പോളയും എമയിൽ ബോട്ട് എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഭൂഗർഭ ഗവേഷണം നടത്തി. അങ്ങനെ ഭൂഗർഭ ഗവേഷണം നടത്തിയപ്പോ ആയിരക്കണക്കിന് ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അതിൽ നിരവധി ശിലകളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പേരുകളുടെ കൂട്ടത്തിൽ സാർഗോന്റെ പേരുമുണ്ടായിരുന്നു. അത് മാത്രമല്ല, സാർഗോനെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്രലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 21-ൽ പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയട്ടെ. നാം ജീവിക്കുന്ന കാലഘട്ടം ശാസ്ത്രീയ പുരോഗതിയുടെ കാലഘട്ടം. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ മനുഷ്യ മസ്തിഷ്കം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്നാൽ ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, മനുഷ്യ, നിന്റെ തലച്ചോറ് എത്ര വളർന്നാലും, നിന്റെ ബുദ്ധി എത്ര വളർന്നാലും ഇതുവരെ പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഇരുന്നതും ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഒരൊറ്റ വിശ്വാസ പ്രഖ്യാപന രേഖ അത്
അതിന്ന് രാത്രി നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്താണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തിനാ ഇന്ന് രാത്രി ഞാൻ ആ ഉദാഹരണം ഇവിടെ പറഞ്ഞത്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞുപോയില്ല. എന്താ മാഞ്ഞു പോകാഞ്ഞ്? അത് ഇരുമ്പെഴുത്താണ്ട് കൊണ്ടെഴുതി, അത് വജ്രമുന കൊണ്ടെഴുതി. അപ്പൊ ഇരുമ്പെഴുത്താണ്ട് കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകുകയില്ല. തീയിൽ കൊണ്ടിട്ടാലും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകില്ല. അപ്പൊ മനുഷ്യ, നിന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലളിതമാ. നിന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും നിനക്ക് മായിച്ചു കളയാൻ പറ്റുന്നതല്ല. പാപത്തിന്റെ കനത്തകറ അത് കഴുകിക്കളയാൻ ഗൗരവമായ ഒരു രക്ഷാകര പദ്ധതി യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി എന്റെ ദൈവം ഒരുക്കി. അത് പറയാനാ നാം ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അതേ നമുക്ക് പറയാനുള്ളൂ. അത് പറയുന്നതാ സുവിശേഷം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരിക. ആകട്ടെ ഉപദേശിയേ, ഈ പാപിയല്ലാത്ത വല്ല മനുഷ്യരും ഉണ്ടോ? പാപഭാവിയല്ലാത്ത വല്ല പരിശുദ്ധന്മാരുണ്ടോ? യേശുവിനെ ആവശ്യമില്ലാത്ത, യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവമൊരുക്കിയ രക്ഷയാവശ്യമില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അത് നല്ല ചോദ്യമാണ്. അതിന് ലളിതമായ ഒരു മറുപടി പറഞ്ഞ് ഞാൻ പോകുക. 90-ാം സങ്കീർത്തനത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായ മോശയുടെ പാട്ടുണ്ട്. പാട്ടിന്റെ ഇടയിൽ കയറി മോശ ഒരു പദം ഇങ്ങനെ പാടുന്നുണ്ട്: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ആരാ പാടുന്നേ? മോശയാ പാടുന്നേ. എന്താ പാടുന്നേ? നീ അവരുടെ അകൃത്യങ്ങളെ എന്നല്ല, നീ അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ, അതായത് എന്റെയും ജനത്തിന്റെയും ഉൾപ്പെടെ ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ. മോശെ പോലൊരു മനുഷ്യന് പാപബോധം തോന്നുക എന്നൊക്കെ പറയുന്നത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാ മോശ എന്ന് ഞാൻ പറയാം. 3 കാര്യങ്ങൾ പറയുമ്പോ മോശ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ലക്ഷോപലക്ഷം ജനവുമായി ആ ദൈവ മനുഷ്യൻ മിസ്രൈമിൽ നിന്ന് കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പക്ഷേ മാർഗതടസ്സമായി ചെങ്കടൽ ഒഴുകുന്നു. അദ്ദേഹത്തിന് മുമ്പാരും കൈനീട്ടി വടി നീട്ടി കടൽ പിളർത്തിയതായി അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ശേഷമാരും വടിനീട്ടി കൈനീട്ടി കടൽ പിളർത്തിയിട്ടില്ല. എന്നാൽ ആ ദൈവ മനുഷ്യനുണ്ടല്ലോ, വിശ്വാസത്താൽ കൈ നീട്ടിയപ്പോ, വടി നീട്ടിയപ്പോ ചെങ്കടൽ 2ആയി പിളർന്നു മാറി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാ കടൽ പിളർന്നു മാറിയത്? മോശയുടെ കൈയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, വടിയുടെ പ്രഭാവം കൊണ്ടല്ല. പിന്നെ എന്താ കാരണം? വേദപുസ്തകം പഠിച്ചു വരുമ്പോ അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. നിയോഗം കിട്ടിയ മോശയുടെ ബലഹീന കരം ആ ചെങ്കടലിന് മുകളിൽ നീട്ടിയപ്പോ മറ്റൊരു കരം ആ കരത്തിനു മുകളിൽ വന്നു. ഏതാണ് ആ കരമെന്നറിയാമോ? ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് എന്റെ തമ്പുരാന്റെ കരം ആ കരത്തിനു മുകളിൽ വന്നു നിന്നപ്പോ മാർഗ തടസ്സമായി നിന്ന ചെങ്കടൽ പിൻവാങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിയോഗം പ്രാപിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് ചുവടെടുത്തു വയ്ക്കുന്ന നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി എത്ര ഭയാനക തടസ്സം വന്നാലും നിയോഗം തന്നവന്റെ കരം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ചലിക്കുന്നത് കാണാൻ ദൈവം നിനക്ക് ഇടവരുത്തുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആ മനുഷ്യനാണ് മോശ. ആരാ മോശ? മോശ ആരാന്ന് പറയുക? അദ്ദേഹത്തിന്റെ പെങ്ങള്
അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ചില കമന്റ്സ് ഒക്കെ പാസ്സാക്കി കേട്ടോ. ഞാനാണെ പറഞ്ഞേനെ, തമ്പുരാനെ 10-30 ലക്ഷം ജനത്തിന്റെ നേതാവാ ഞാൻ, എന്റെ പെങ്ങൾ എന്റെ ഭാര്യക്കെതിരെ ഇങ്ങനെ അപവാദം പറയുകയാണല്ലോ, ഞാൻ അങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും, ഇതിൽ ഇടപെടണേ എന്ന് ഞാനാണെ പ്രാർത്ഥിച്ചേനെ. പക്ഷെ മോശ പ്രാർത്ഥിച്ചില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടില്ല. മോശ ഉപവസിച്ചില്ല. മോശ ഉപവസിക്കാതെ, മോശ പ്രാർത്ഥിക്കാതെ, മോശ അപേക്ഷിക്കാതെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ നിന്റെ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കാര്യം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരമെന്ന് എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ പെങ്ങളെ എന്റെ ദൈവം ശിക്ഷിച്ചു, അവൾ കുഷ്ഠരോഗിയായി പോയി. മോശ ചെന്ന് കൈകൂപ്പി പറയുക, തമ്പുരാനെ ക്ഷമിക്കണേ, പെങ്ങളല്ലേ. പക്ഷെ പരിഗണനയൊന്നും ദൈവം കൊടുത്തില്ല. 7 ദിവസം പാളയത്തിന് പുറത്താക്കി. സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം രക്തബന്ധം ആ ദൈവ മനുഷ്യന്റെ ഭാര്യക്കെതിരെ കമന്റ്സ് പാസാക്കിയപ്പോ അവളെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള നീതി എന്താണെന്ന് എന്റെ ദൈവം തെളിയിച്ചു. ആ മനുഷ്യനാണ് മോശ. ആരാ മോശ? മരുഭൂമി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴില്ലേ 10-250 പേര് കോരഹന്റെ ഒക്കെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ കമ്മിറ്റി കൂടി പ്രമേയം പാസാക്കി. പ്രത്യേകത അറിയാവോ? അന്ന് മരിച്ചവര് മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവര് കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങളുടെ കൊച്ചുകാലം ഓർത്ത്, മരിച്ചവര് മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവര് കുഴിവെട്ടി അടക്കുന്ന പതിവായിരുന്നു. ഇന്നല്ലേ സംവിധാനമൊക്കെ വർദ്ധിച്ചത്, സെല്ലൊക്കെ റെഡിയാണ്, കല്ലറയൊക്കെ ഓക്കെയാണ്, ആരെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി. പക്ഷെ പണ്ടങ്ങനല്ല. മരിച്ചവര് മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവര് കുഴിവെട്ടുക. പക്ഷേ മോശയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ 250 പേരും മരിച്ചില്ല. ജീവിച്ചിരുന്നവരാരും അവർക്ക് കുഴിവെട്ടിയുമില്ല. അവരും മരിക്കാതെ, മനുഷ്യരാരും കുഴിവെട്ടാതെ, ഭൂമി തന്നെ ശവക്കുഴി തുറന്ന് മരിക്കാതെ അവരെ ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, തന്റെ ദാസനെതിരെ അധരം ചലിപ്പിച്ചവരെ, തന്റെ ദാസനെതിരെ വിരൽ ചൂണ്ടിയവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാത്ത നിലയിൽ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ വിശ്വസ്തത എന്താണെന്ന് എന്റെ ദൈവം തെളിയിച്ചു കൊടുത്തു. ആ മനുഷ്യൻ മോശ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി എഴുതി വെച്ചോ, നീ ക്ഷമയോടെ ദൈവമുഖത്തു നോക്കി കാത്തിരുന്നാ മതി. സമയം വരുമ്പോ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യനാ മോശ. അദ്ദേഹം പറയുകയാ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമുക്ക് മോശയോട് ചോദിക്കാം, മോശേ, താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് പാപബോധം തോന്നുന്നുണ്ട്. എന്താ പാപബോധം തോന്നാൻ കാരണം? ശ്രദ്ധിച്ചു കേൾക്കുക. 90-ാം സങ്കീർത്തനം മോശ എഴുതുന്നത് തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണ സമയത്താണ്. വെട്ടിയിട്ട് ഒരു മരക്കഷണം പോലെ അഹരോന്റെ ശരീരം ആ ശവമഞ്ചത്തിന്റെ അകത്ത് കിടക്കുകയാ. ആ ശവമഞ്ചത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോഴാണ് മോശയുടെ അകത്ത് ഒരു വേദന വരിക. ഒന്നുകൂടെ പറയുക, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയതും മോശയാണ്. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി വരുമ്പോ ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന, നീ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് പുസ്തകത്തിൽ എഴുതിയത് മോശയാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് മോശ പുസ്തകത്തിൽ എഴുതിയപ്പോ വേർപാടെത്ര വേദനാജനകമാണെന്ന്, മരണം എത്ര ഭയാനകമാണെന്ന് മോശയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ സ്വന്തം ചേട്ടൻ മരിച്ചു. ആ മൃതശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് മോശയ്ക്ക്
എനിക്ക് മനസ്സിലായത് വേർപാട് എത്ര വേദനാജനകമാണെന്ന്, മരണം എത്ര ഭയാനകമാണെന്ന്. അവിടെ നിന്നുകൊണ്ട് മോശ പറയുന്നു, ഇവൻ ഈ കിടപ്പ് കിടക്കാൻ കാരണം മരണമാ. എന്റെ ചേട്ടൻ ഈ ശവമഞ്ചത്തിന്റെ അകത്ത് കിടക്കാൻ കാരണം പാപമാണെങ്കിൽ, പാപത്തിന്റെ ശമ്പളമാണെങ്കിൽ, ഇന്ന് മോശയാണ് കിടക്കുന്നത്, ഇന്ന് അഹരോനാണ് കിടക്കുന്നതെങ്കിൽ നാളെ ഒരിക്കൽ ഞാനും കിടക്കേണ്ടി വരും. എന്തുകൊണ്ട് കിടക്കേണ്ടി വരുന്നു? ഞാനും പാപിയായതുകൊണ്ട്. ആ ആത്മവേദനയിലാണ് മോശ പറയുക, നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾക്ക് യേശുവിനെ വേണ്ട, നിങ്ങൾക്ക് പാപപരിഹാരം വേണ്ട, നിങ്ങൾക്ക് രക്ഷ വേണ്ട. നിങ്ങൾക്ക് രക്ഷ വേണ്ടാതിരിക്കണമെങ്കിൽ, പാപപരിഹാരം വേണ്ടാതിരിക്കണമെങ്കിൽ, യേശുവിനെ വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കണം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ പേരെനിക്ക് വിഷയമല്ല, നിങ്ങളുടെ സമുദായം എനിക്ക് വിഷയമല്ല, നിങ്ങളുടെ ജോലി എനിക്ക് വിഷയമല്ല, നിങ്ങളുടെ മതം എനിക്ക് വിഷയമല്ല, നിങ്ങളുടെ പാരമ്പര്യം എനിക്ക് വിഷയമല്ല. മരണത്തിന് വിധേയപ്പെട്ട ഒരു ശരീരത്തിന്റെ ഉടമയായ ഒരു മനുഷ്യനാണ് നീയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് യേശുവിനെ വേണം, നിനക്ക് രക്ഷ വേണം, നിനക്ക് പാപപരിഹാരം വേണം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുവിനെ നിങ്ങൾക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ മരിക്കാതിരിക്കണം. നിങ്ങൾ മരിക്കേണ്ടുന്ന മനുഷ്യനാണെങ്കിൽ, മരിക്കേണ്ടി വരുന്നെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ പാപികളായതുകൊണ്ടാണ്. പാപമാണ് മരണത്തിന് ഹേതുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവർക്ക് യേശുവിനെ വേണം, അവർക്ക് രക്ഷ വേണം, അവർക്ക് പാപപരിഹാരം വേണം. എത്ര പേർക്ക് അത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അവരെ കരം ഉയർത്തിപ്പിടിച്ചൊരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരട്ടെ. ആകട്ടെ, മനുഷ്യന്റെ പാപത്തിനെന്താ പരിഹാരം? 2 വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോളൂ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. വായനയിൽ കാര്യം മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ശാന്തമായി ഞാനത് നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കണേ. 4-ാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണഘടന നമുക്കറിയാം. ആ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെ നല്ല അംശങ്ങൾ കൂടി ഒപ്പിയെടുത്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുണ്ടായത്. നമ്മുടെ ഭരണഘടനാ ശില്പികളൊക്കെ നമുക്ക് വിഭാവന ചെയ്ത ഒരു പരമാർത്ഥമുണ്ട്. ഏതാണ് പരമാർത്ഥം? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഭരണഘടനയുടെ കാവൽ ഭടനാണ് പന്തിയോസ് പീലാത്തോസ് എന്ന ന്യായാധിപന്റെ കൽത്തളത്തിൽ യേശുവിനെ വിസ്താരത്തിന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. 5-ാമത്തെ കോടതി നടക്കുന്നത് 6-ാമത്തെ വിസ്താരം. 1-ാമത്തെ കോടതി ഹന്നാവിന്റെ കോടതി, 2-ാമത്തെ കോടതി കയ്യപ്പാവിന്റെ കോടതി, 3-ാമത്തെ കോടതി യഹൂദ മത കോടതിയായ സന്നദ്രീം സംഘം, 4-ാമത്തെ കോടതി പീലാത്തോസിന്റെ കോടതി, 5-ാമത്തെ കോടതി ഹെരോദാവിന്റെ കോടതി. വീണ്ടും 4-ാമത്തെ കോടതിയിൽ 6-ാമത്തെ വിസ്താരത്തിന് യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. തിരിച്ചും മറിച്ചും തിരിച്ചും പീലാത്തോസ് എന്ന ന്യായാധിപൻ യേശുവിനെ വിസ്തരിച്ചു. അനന്തരം ആ ന്യായാധിപൻ പറയുന്നു, യേശു നിരപരാധി, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എന്റെ മാന്യ ശ്രോതാക്കളോട് ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു നിരപരാധി എന്ന് പറഞ്ഞിട്ട് യേശു കുറ്റം ചെയ്തിട്ടില്ല എന്ന ന്യായാധിപൻ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം എന്താ പറയേണ്ടത്? ഇദ്ദേഹം നിരപരാധിയായതുകൊണ്ട്, കുറ്റം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു. അതല്ലേ സാമാന്യ നീതിബോധമായി ആ കോടതിയിൽ മുഴങ്ങേണ്ട നീതിബോധ ശബ്ദം. എന്നാൽ ലോക ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്തൊരു വിധി അന്ന് പീലാത്തോസിന്റെ കൽത്തളത്തിൽ നടന്നു. പീലാത്തോസ്
പത്രോസ് പറയുന്നു, യേശു നിരപരാധി, യേശു കുറ്റം ചെയ്തിട്ടില്ല. എന്നാൽ അടുത്തത് പറയുക, ഞാൻ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നല്ല, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്ക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എന്റെ രക്ഷിതാവ് നിരപരാധി എന്ന് പറഞ്ഞിട്ട്, കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പീലാത്തോസ് വെറുതെ വിടാതെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു? അതിന്റെ മർമ്മം നിങ്ങൾ അറിയണം. അത് പീലാത്തോസിന്റെ തീരുമാനമായിരുന്നില്ല, പിന്നെ സ്വർഗീയ കോടതിയുടെ നിർണയമായിരുന്നു. ഏതാണ് ആ നിർണയം? പാപമറിയാത്ത യേശുവിനെ എനിക്ക് പകരം പാപമാക്കിക്കൊണ്ട് പാപിയായ മനുഷ്യ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതി അതാണെന്ന് തിരിച്ചറിയുമ്പോ ഈ രാത്രി ഹൃദയം പിടച്ച് ദൈവത്തിന് നന്ദി പറയാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. അടുത്തത് ക്രൂശിന് ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. പെട്ടെന്ന് വായിച്ചു 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക്. ആ വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. ആ വാക്യത്തിന്റെ അകത്തൊരു ജീവനുണ്ടല്ലോ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. എത്ര പേർക്ക് ഈ രാത്രി ഉറപ്പുണ്ട്? അവരൊരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. എന്റെ കൂടെ നിങ്ങൾ പീലാത്തോസിന്റെ കൽത്തളത്തിൽ അകത്ത് അയക്കുന്നു. വരൂ. പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് 2 ഇരുമ്പ് തൂണുകൾ. ആ ഇരുമ്പ് തൂണുകളുടെ നടുവിലേക്ക് എന്റെ യേശുവിനെ കൊണ്ടുവരികയാണ്. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണ് കെട്ടി തല്ലപ്പെട്ടവനായി, മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിഴുതെടുക്കപ്പെട്ടവനായി എന്റെ രക്ഷിതാവിനെ കൊണ്ടുവരികയാണ്. ആ കൽത്തളത്തിന്റെ അകത്ത് ഇരുമ്പ് തൂണുകളുടെ നടുവിൽ റാവോലെ രക്ഷിതാവിനെ വളച്ചു നിർത്തി 2 കരങ്ങൾ ആ ഇരുമ്പ് തൂണോട് ചേർത്ത് ബന്ധിച്ചു. 2 പടയാളികൾ അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്നു. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള ചാട്ടവാർ അവരുടെ കയ്യിലുണ്ട്. ആ ചാട്ടവാറിൽ ചെറിയ ഈയ കൊളുത്തുകളും എല്ലും കഷണങ്ങളും മനുഷ്യാസ്ഥികളും ഘടിപ്പിച്ചിട്ടുണ്ട്. എന്റെ രക്ഷിതാവിന്റെ പോലെ വളഞ്ഞു നിൽക്കുന്ന ആ പുറത്തെ ലക്ഷ്യമാക്കി പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാർ എറിഞ്ഞപ്പോൾ ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും പച്ച മാംസത്തിലേക്ക് അസ്ത്രം കണക്കെ ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാർ മുകളിലേക്ക് പൊക്കിയെടുക്കുകയായിരുന്നില്ല. പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാർ താഴേക്ക് വലിക്കുകയായിരുന്നു. എന്റെ രക്ഷിതാവിന്റെ പുറത്തുകൂടെ ആ ചാട്ടവാർ താഴേക്ക് ഇറങ്ങി നീളുമ്പോ ദൈവത്തിന് സ്തോത്രം. ഈ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും എന്റെ രക്ഷിതാവിന്റെ പുറത്തെ മാംസത്തെ കീറി മറിച്ചു. പൃഷ്ഠഭാഗത്ത് ചാട്ടവാർ എത്തിയപ്പോൾ പടയാളി ആ ചാട്ടവാർ വലിച്ചു പറിച്ചു പൊക്കിയെടുത്തു. പല പ്രാവശ്യത്തെ അടി കഴിഞ്ഞപ്പോ എന്റെ അരുമനാഥന്റെ പുറത്തേക്ക് ഇന്ന് രാത്രി സൂക്ഷിച്ചൊന്ന് നോക്ക്. പുറത്തെ മാംസമെല്ലാം കീറി തൂങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ആ കീറി തൂങ്ങി മറിഞ്ഞു കിടക്കുന്ന മാംസത്തിന്റെ വിടവിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഉറവ ഊറി ഒഴുകി വരുന്നത് പോലെ ഒഴുകി ഇറങ്ങി വരുന്ന പരിശുദ്ധ രക്തം കാണാം. ആ രക്തം അവസാനം ഒഴുകി 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 തളം കെട്ടി കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് എന്റെ രക്ഷിതാവിന്റെ ഉഴുതുമറിയപ്പെട്ട ചിതറി മറിയപ്പെട്ട ആ മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറി ഒലിച്ചിറങ്ങി പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് തളം കെട്ടി കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ രക്തത്തിന്റെ അകത്ത് നിന്റെ രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നെങ്കിൽ, അവന്റെ ആട്ടി പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നെങ്കിൽ, എന്തുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ ഒരു രോഗശാന്തി ഇതിന്റെ അകത്ത് സംഭവിച്ചു കൂടാ? എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. ആ കരമടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ
ആരാധിക്കുക. അത്ഭുത രോഗശാന്തി യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള, യേശുവിന്റെ രക്തത്താലുള്ള അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ആദരം ചലിപ്പിച്ച് കരം അടിച്ച് ശക്തിയോടെ രാത്രി ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഈ രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ കുട്ടിയിരിക്കുന്ന രോഗാത്മാവുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ആ രോഗാത്മാവിനെ ഞങ്ങൾ ആഴിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി സഹോദരങ്ങളെ, പ്രകൃതിയുടെ പ്രതിഭാസത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നിമിത്തം നിങ്ങൾ രോഗികളാകാം. ഉറക്കളയ്ക്കുന്നത് കൊണ്ടോ കഷ്ടപ്പെടുന്നത് കൊണ്ടോ നിങ്ങൾക്ക് രോഗമുണ്ടാകാം. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്കുറവ് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗമുണ്ടാകാം. അതിനൊക്കെ ചികിത്സ ചെയ്തുകൊള്ളൂ. ചികിത്സിച്ചാൽ ഭേദമാകും. എന്നാൽ എല്ലാ രോഗങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതല്ല. സമയത്തിന് മുമ്പേ നിന്നെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ, നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയാൻ, നിന്നെ ഭൗതികമായി ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ അടച്ചു കളയാൻ, നിന്നെ നിത്യ രോഗിയാക്കാൻ, നിനക്കെതിരെ വ്യാപരിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ, ചില രോഗത്തിന്റെ ആത്മാക്കൾ ഒരുപക്ഷെ നിന്റെ രോഗത്തിന്റെ പിന്നിൽ കാണാം. അതിനെ ഭേദമാക്കാൻ നിനക്കുള്ളതും മുഴുവൻ വിറ്റ് ചികിത്സിച്ചാലും ആ രോഗം സൗഖ്യമാകില്ല. എന്നാൽ ഇന്നു രാത്രി ദൈവത്തിന്റെ ദാസന ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം ഞാൻ ഉച്ചരിക്കുന്ന ഈ നിമിഷം, യേശുവിന്റെ നാമം ഞാൻ വിളിച്ചു പറയുന്ന ഈ നിമിഷം, ഇന്ന് രാത്രി നിന്റെ മധ്യ ശരീരത്തിൽ നിന്നെ തകർക്കാൻ കുടിയിരിക്കുന്ന ഏതെങ്കിലും രോഗാത്മാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം അതിനെ അഴിച്ചു മാറ്റുന്നു. വചനം ഇന്ന് രാത്രി അതിനെ പുറത്താക്കുന്നു. ആധരം പൂട്ടിയിരിക്കാതെ ഇന്ന് രാത്രി ആധരം തുറന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിക്കുക. അത്ഭുത രോഗശാന്തി ഇന്നു രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ചെയ്യട്ടെ. ഓ റഖമസി ആരമന ശംഭന, ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ കുട്ടിയിരിക്കുന്ന രോഗാത്മാവുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നാസറയനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ രോഗശക്തി അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറയാമോ? ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി രക്തത്തുള്ളികൾ യെരൂശലേം തെരുവീതിയിൽ ഇട്ടിട്ട് വീഴ്ത്തി. വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണ്ടും എണ്ണീട്ടും എന്റെ രക്ഷിതാവ് നടന്നു നീങ്ങും. തലയോടിടമെന്ന ഗോൽഗൊഥാ മലയുടെ മുകളിൽ എന്റെ പ്രാണപ്രിയനെ കൊണ്ടുവന്നു. ക്രൂശിന്മേൽ കിടത്തി ആ കൈകാലുകളിൽ ആടിയടിച്ചു. എന്റെ രക്ഷിതാവിന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. അവൻ പ്രാണവേദനയിലായി. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെ രക്ഷിതാവ് അവസാനം പറഞ്ഞത് എന്താണെന്നറിയാവോ? എന്റെ യേശു അവസാനം പറഞ്ഞത്, ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല, പിന്നെ എന്നതാ പറഞ്ഞത്? തെറ്റലഷ്ടായി മനുഷ്യവർഗമേ, സകലവും നിവർത്തിയായി. എന്തു നിവർത്തിയായി? നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതല്ല ഞാനിതാ നിവർത്തിച്ചിരിക്കുന്നു. ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇത് പറഞ്ഞിട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നതുകൊണ്ട് സ്വന്തം തോളോട് ചായച്ചു വെച്ചു. പ്രാണനെ പിതൃസന്നതിയിൽ സമർപ്പിച്ചു. അവസാനം ഒരു പടയാളി വന്ന് ആ വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തമൊഴുകുവാനില്ലാതിരുന്നിട്ട് വെള്ളമാണ് ഒഴുകിയത്. എവിടെ പോയി ആ രക്തം മുഴുവൻ? ആർക്കു വേണ്ടി ഒഴുക്കിയ രക്തം മുഴുവൻ? ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, നിങ്ങൾക്ക് വേണ്ടി യേശു തന്റെ പരിശുദ്ധ രക്തമൊഴുക്കി. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുക, വരിക നമുക്ക് തമ്മിൽ വാദിക്കാം,
ഓടിക്കാം. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ചോരപ്പുഴയിൽ മുങ്ങിപ്പൊങ്ങി പാപമോചനം പ്രാപിച്ചവരുടെ കരം മാത്രം ഇന്ന് രാത്രി ഞാനൊന്ന് കാണട്ടെ. ആ കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി അധികം നേരം ഞാൻ അവിടെ നിൽക്കുന്നില്ല എങ്കിലും ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ദൈവസ്നേഹം എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യനും മനസ്സിലാകുകയില്ല. സ്തോത്രം പറ. ദൈവസ്നേഹം പറയാൻ ആർക്കാ നേരം? ദൈവസ്നേഹം കേൾക്കാൻ ആർക്കാ നേരം? അതുകൊണ്ടല്ലേ പൗലോസ് പറയുക റോമാലേഖനം 5 ദൈവസ്നേഹം മനസ്സിലാക്കാനായിട്ട്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? നീതിമാനെ ആർക്കും ഇഷ്ടമല്ല, ഉള്ളതുപോലെ പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല. രാഷ്ട്രീയത്തിലാണേലും വീട്ടിലാണേലും നാട്ടിലാണേലും അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഓമന പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. അതാ പൗലോസ് പറയുക, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയും. അതെന്നാന്നറിയാവോ? അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, കിട്ടപ്പോരോർത്താ ഞാനിവിടെ മസ്കറ്റിൽ വന്നു. ഒരാൾ എന്നോട് പറയാന്നിരിക്കട്ടെ, ഉപദേശി 13-ാം തീയതി പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോവുക. അദ്ദേഹം എനിക്ക് ഗുണവാനായി. ഞാൻ ഗുണവാനെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തെ ഒട്ടിയും പറ്റിയും തട്ടിയും ഇങ്ങനെ നടക്കുന്ന സമയത്ത് നാട്ടുകാർ ചിലർ അങ്ങേരെ എടുത്തിട്ട് തല്ലുക. എനിക്ക് അറബി അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന പച്ച മലയാളത്തിൽ ഞാൻ പറയാം, അയ്യോയ്യോ അച്ഛാനെ തല്ലല്ലേ കൊല്ലല്ലേ വെറുതെ വിടണേ, തല്ലല്ലേ കൊല്ലല്ലേ വെറുതെ വിടണമെന്നും പറഞ്ഞ് അമ്പമ്പോ ഞാൻ മനുഷ്യന് വേണ്ടി കരയുന്നത് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. അങ്ങേരെ 13-ാം തീയതിക്ക് മുമ്പ് ആരെങ്കിലും തല്ലിക്കൊന്ന എനിക്ക് കിട്ടേണ്ട 1 ലക്ഷം കിട്ടുകയില്ല. ആ മനുഷ്യൻ എനിക്ക് ആ ഓഫർ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോൾ മുങ്ങിയെന്ന് ചിന്തിച്ചാൽ മതി. അതാ പൗലോസ് പറയുക, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. പക്ഷെ ദൈവസ്നേഹം നിങ്ങൾ അറിയണം. ദൈവസ്നേഹം മനുഷ്യൻ നീതിമാന്മാരായതുകൊണ്ടല്ല, ഗുണവാന്മാരായതുകൊണ്ടല്ല. നാം പാപികളായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം ആഭക്തരായിരിക്കെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാൽ സ്നേഹം എന്തെന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതാണ് ദൈവ സ്നേഹം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ആ ദൈവ സ്നേഹമാണ് ആരാധനയ്ക്ക് പോലും നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതായിരിക്കണം ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കേണ്ട ചേതോവികാരം. ഞാൻ പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ പാടുന്ന പാട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അന്നൊക്കെ പാടുമായിരുന്നു, നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീ അകറ്റി. അതൊക്കെ പാടുമ്പോൾ കണ്ണു നിറയും, ഹൃദയം തുടിക്കും, പാപബോധം ഉണ്ടാവും, നിരപ്പുണ്ടാവും, ഏറ്റുപറച്ചിലുണ്ടാകും, ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും. ഇന്നിപ്പം നിന്മരണം കൊണ്ട് എൻ്റെ വന്നരകം നീ അകറ്റി എന്നൊക്കെ പാടിയാൽ നാട്ടിൽ വായിക്കോട്ട വിട്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആത്മാവ് വരണമെങ്കിൽ പാടുന്ന പാട്ട് കേൾക്കണോ? വായ്പ വാങ്ങാനേടാ വരികയില്ല, കെട്ടിയതിന് മേളിൽ ഇനിയും കെട്ടും. ചാകാൻ നേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ ആദിപ്രസരണം നിന്റെ തലച്ചോറിന്റെ അകത്ത് വരുമ്പോഴാകരുത്. വൈകാരികമായി പൊട്ടിത്തെറിച്ച് സ്വത്രം പറയേണ്ടത്. അതിന്റെ അപ്പുറത്ത് നിത്യം നരകത്തിന്റെ എരുതിയിൽ കിടന്ന് പേടയേണ്ട നിന്നെ ഓമനപുത്രനെ കാൽവറിയിൽ തകർത്ത് ദൈവം രക്ഷിച്ച രക്ഷയോർത്ത് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ദൈവത്തിന് സ്വത്രം പറയണം. ആ ആരാധനയിൽ ആ ദൈവത്തിന് പ്രസാദമുള്ളത് ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു, തിരിച്ചറിയാൻ കഴിയുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി അത് മറക്കല്ലേ. ഞാൻ എവിടെ ചെന്നാലും എന്നെ കുറിച്ചും പൊതുവേ പെന്തക്കോസ്തുകാരെ കുറിച്ചും മനുഷ്യർക്ക് ഒരു പരാതിയുണ്ട്, ശബ്ദം കൂടുതലാന്ന്. ആമേൻ. പോരാ, കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറയാം. എന്തു കൂടുതലാന്ന്? ശബ്ദം കൂടുതലാണ്. എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നു പ്രദേശം ഇത്രയല്ലേ ഉള്ളൂ, ഇതിനും മാത്രം ശബ്ദം എടുക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇത് ശബ്ദം എടുക്കുന്നതല്ല, ശബ്ദം ഉണ്ടായി പോകുന്ന. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഫെയ്ത്ത്, ഫാക്ട് ആൻഡ് ഫീലിംഗ്. വിശ്വസിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് അറിയുമ്പം
നമ്മൾ അറിയാതൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ ആരാധന എന്നൊക്കെ പറയുന്നത് ഒരു ആവേശം കൂടാന്ന്. ഏതാവേശം? അറിഞ്ഞ സത്യം സത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ അറിയാതെ അണപൊട്ടി ഒഴുകുന്ന ആവേശം കൂടെ ആരാധന. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. മനസ്സിലാകാനൊരു ഉദാഹരണം പറയാം. തമാശ ഒന്നും പറയാറില്ല ഞാൻ, ലളിതമായൊരു ഉദാഹരണം പറയുന്നത്. ഇന്ത്യയും ആസ്ട്രേലിയയും കൂടെ ക്രിക്കറ്റ് കളി നടക്കുക. ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ധോണി സിക്സർ അടിച്ചു. റോണിക്കുട്ടൻ പത്തനംതിട്ട കളി സോഫായെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ധോണി സിക്സർ അടിച്ചത്. അവൻ സോഫായെ തലകുത്തനെ മറിഞ്ഞുകൊണ്ട് പറയുക, ധോണി ഇന്ത്യ സിക്സർ ഇവനെങ്ങനെ തൊണ്ട കാറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് ചോദിച്ചു, എന്നാ കണ്ടോണ്ടാടാ നീ ഇങ്ങനെ തൊണ്ട കാറുന്നേ? അവൻ പറഞ്ഞു, എന്നോ കണ്ടോണ്ടാന്നു. അമ്മ ടി വിയിലോട്ട് നോക്കാം. അമ്മ ടി വിയിലോട്ട് നോക്കുമ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ മടല് പോലത്തെ ഒരു സാധനം, അവൻ്റെ പുറകിൽ 3 കുന്തം പോലത്തെ കമ്പ് കുത്തി വെച്ചേക്കുന്നു. അവൻ എതിരും 3 കുന്തം പോലത്തെ കമ്പ് കുത്തി വെച്ചേക്കുന്നു. കല്ലുണ്ട പോലത്തെ ഒരു പല്ല് ഒരുത്തൻ്റെ കയ്യിൽ. അവൻ ഓടി വന്നെറിയുന്നു. മടല് പോലത്തെ സാധനം കയ്യിലുള്ളവൻ അത് വെച്ച് അടിക്കുന്നു. ചില ബന്ധ ഉരുണ്ടു പോകുന്നു, ചിലത് പറന്നു പോകുന്നു. ആരാണ്ടൊക്കെ അതിൻ്റെ പുറകെ ഓടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു തുപ്പിക്കാരൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഓട്ടം കൂട്ടയടി. അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. അമ്മ പറയുക, ഈ കിറുക്ക് കണ്ടോണ്ടാണോടാ നീ തലകുത്തനെ മറിയുന്ന? മര്യാദ കിരിയട അപ്പനുണ്ടാക്കിയ സോഫായ. അമ്മയ്ക്ക് ഫീലിംഗ് ഉണ്ടാകുകയില്ല, കാരണം അമ്മയ്ക്ക് കളി അറിയേല. ചെറുക്കന് ഫീലിംഗ് ഉണ്ടാകും, കാരണം ചെറുക്കന് കളി അറിയാം. അവിടെ എന്താ നടന്നതെന്ന് അവനറിയാം. ഇതുപോലെ ആരാധനയും അണപൊട്ടി ഒഴുകുന്ന ആവേശമാ. ഏതാവേശം? ഒരു തിരിച്ചറിവിലുള്ള ആവേശം. ക്രൂശിൽ എന്താ നടന്നെന്ന് എനിക്കറിയാം. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ എനിക്ക് കിട്ടിയതെന്താണെന്നറിയാം. ആ തിരിച്ചറിവിൽ ഞാൻ ദൈവത്തിന് കൊടുക്കും ബഹുമാനമാണ് ആരാധനയെങ്കിൽ ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ള ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഒറ്റ കാര്യം മതിയല്ലോ, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ. റോമാലേഖനം 8:1. ഇപ്പൊ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എന്താ ശിക്ഷാവിധി ഇല്ലാത്തത്? 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ പാപത്തിന്? എന്റെ പാപത്തിന്. ആരുടെ ജഡത്തിൽ? യേശുവിന്റെ ജഡത്തിൽ. ആരുടെ ശിക്ഷ? എന്റെ ശിക്ഷ എനിക്ക് പകരം ചുമത്തി. എന്റെ പാപത്തിന്റെ ശിക്ഷ തന്റെ ജഡത്തിൽ എന്റെ രക്ഷിതാവ് ഏറ്റെടുത്തത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന എനിക്ക് ശിക്ഷയില്ല, നരകമില്ലെന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമല്ലേ ആരാധന? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം പറയാമോ? സന്തോഷത്തോടെ കരമുയർത്തി. ഞാന് നാട്ടിലെ ഓപിയക്കാരെ, മസ്കറ്റുകാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എത്ര പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കും. ചില സഭകളിൽ പോയി എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. 10 മണിക്ക് ആരാധന, 10:15 വരെ പാസ്റ്റർ ഡെസ്കെ കൊട്ടി സ്തോത്രം പറയും. പ്രാർത്ഥിച്ച് 10:20 1-ാമത്തെ പാട്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു. അത് പാട്ടിൻ്റെ അർത്ഥം ഓർത്തല്ല, 5-8 10:20 വന്നല്ലോ എന്ന് ഓർത്താ. 2-ാമത്തെ പാട്ടിന് പാസ്റ്റ് പറഞ്ഞ ഇൻട്രഡക്ഷൻ കേട്ടിട്ടുണ്ടോ? ദൈവമക്കളെ, ചെങ്കടൽ തുറന്നു, മിരിയാൻ അപ്പുറത്ത് കൂട്ടി, നമുക്ക് കൂട്ടാം. തീരം കൂട്ടുന്നവർ അന്നും കൂട്ടി. അതും കഴിഞ്ഞ് കൊട്ടാത്തോടെ എല്ലാം പാസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചേക്കാണ്. സങ്കീർത്തന വായനയ്ക്ക്, പ്രൈസ് ആൻഡ് വർഷിപ്പിന് പാസ്റ്റ് പറഞ്ഞ ഇൻട്രഡക്ഷൻ, ദാവീദ് പഞ്ഞുനൂലങ്കി ധരിച്ചു, പെട്ടത്തിന് മുമ്പിൽ കിടന്ന് ചാടി നൃത്തം ചെയ്തു, മേകളി കിളിവാതിലൂടെ നോക്കി പരിഹസിച്ചു, അവൾക്ക് ആയുഷ്കാലം മക്കളുണ്ടായില്ല. പേടിച്ചാണോ അല്ലാണ്ടാണോ? അതുവരെ ശബ്ദിക്കാതിരുന്നവരും അന്നാരിപ്പോൾ അറിയാതൊരു സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറഞ്ഞു അതിശയോക്തിയൊന്നുമല്ല.
ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. പുതിയ നിയമസഭയ്ക്കകത്ത് വന്ന് നിന്നെ രക്ഷിച്ച ദൈവത്തിനൊരു സ്തോത്രം പറയാൻ ഇതുപോലെ സമ്മർദ്ദം ചെലുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ചെങ്കടൽ തുറന്നത് കൊണ്ടാണോ നീ ആരാധിക്കുന്നേ? മിരിയാം കൊട്ടിയത് കൊണ്ടാണോ നീ കൊട്ടുന്നേ? ദാവീദ് രാജാവായത് കൊണ്ടാണോ നീ ആരാധിക്കുന്നേ? ദാവീദ് ചാടിയത് കൊണ്ടാണോ നീ ചാടുന്നേ? അല്ല, അതിനപ്പുറത്ത് നിത്യ നരകത്തിന്റെ എരുതികൾ കടന്നു പെടയണ്ട എന്ന് ഓമനപുത്രന്റെ പുണ്യാഹ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി തന്റെ രാജ്യവും പുരോഹിതനുമാക്കി മാറ്റിയ എന്റെ ദൈവത്തിന് എന്നോടുള്ള അനർഗളമായ കരുണ ഓർക്കുമ്പോൾ നിറകണ്ണുകളോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് തയ്യാറാകും? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ രക്ഷാകര പദ്ധതിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ അഭയമക്കൾ അവരുടെ കരമടിച്ചൊരു നിമിഷം കൂടെ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുക. എന്നെ രക്ഷിച്ച രക്ഷയെ, എന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പേ, എന്നെ നീതീകരിച്ച നീതീകരണമേ, എന്നോട് എന്റെ ദൈവം കാണിച്ച അനർഗളമായ ദൈവകൃപ. ഹല്ലേലൂയ. സമയം പോകുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ അധിക നേരം അവിടെ നിൽക്കുന്നില്ല. യേശു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. എന്തിനു പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായി. അവൻ വന്നു പാപപരിഹാരം വരുത്തിയത് കൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്നതാണ് നീതീകരണം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയുക. പോരാ, ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി, അതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. 2, ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എവിടെ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു? അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയിൽ എന്റെ അഡ്വക്കറ്റായി, എന്റെ പക്ഷവാദിയായി, വല്ലപ്പോഴും അല്ല സദാ എനിക്ക് വേണ്ടി പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എന്റെ യേശു എനിക്ക് വേണ്ടി സദാ സ്വർഗത്തിൽ സ്വർഗീയ കോടതിയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് മറ്റാരുടെയും വക്കാലത്ത് ഞാൻ പിടിക്കാത്തത്. തള്ളല്ലേ കൊണ്ടോണേ, ഉപേക്ഷിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് ആരോടും പറയാതെ നേരെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ച് എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയാൻ എനിക്ക് ധൈര്യം തരുന്നത് എന്റെ രക്ഷിതാവ് ഇന്ന് എനിക്ക് വേണ്ടി അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയിൽ മധ്യസ്ഥത ചെയ്ത് ജീവിക്കുന്നു എന്ന ഉറപ്പ് ഉള്ളത് കൊണ്ടാണെന്നോർത്ത് ഈ രാത്രി കർത്താവിന് സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാകും? അതുകൊണ്ടാണ് പൗലോസ് പറയുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. അറപ്പുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി, അതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. യേശു ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് സ്തോത്രം പറ. ഇന്ന് എനിക്ക് വിശുദ്ധീകരണം യേശുവിന്റെ പ്രത്യക്ഷതയാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 3, ഇനി യേശു പ്രത്യക്ഷനാകും. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി യേശു പ്രത്യക്ഷനാകും. ഒന്നാമതവൻ വന്നപ്പോ എനിക്ക് നീതീകരണം കിട്ടിയെങ്കിൽ ഇന്ന് അവന്റെ പ്രത്യക്ഷതയാൽ എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി യേശു പ്രത്യക്ഷനാകുമ്പോൾ എനിക്കെന്തോ കിട്ടും. റോമാലേഖനം 8, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കണ്ണീനം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന
നിന്ന് തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവിന്റെ മടങ്ങി വരവിൽ പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളം നാദത്തിങ്കൽ എൻ്റെ ഈ താഴ്ചയുള്ള ശരീരം എൻ്റെ രക്ഷിതാവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ അന്ത്യകാല രക്ഷ, അതാണ് എൻ്റെ ജീവനുള്ള പ്രത്യാശ, അതാണ് എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ്, അതാണ് തേജസ്കരണം, അതാണ് മഹത്തീകരണം. അതിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? അവരെ കരം വീശി ഒരിക്കൽ കൂടി ഈ രാത്രി ശക്തിയോടെ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുക. അടുത്തൊരു ചോദ്യം പറഞ്ഞ് ഇന്ന് രാത്രി തൽക്കാലത്തേക്ക് ഞാനിവിടെ നിർത്താൻ പോകുകയാണ്. ഇനി 6-7 മിനിറ്റ് സമയം എനിക്ക് അനുവദനീയമുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോകുന്നു. ഉപദേശി, ഇത് വല്ലതും നടക്കൂ? യേശു വരുവോ? മരിച്ചവർ ഉയർക്കുവോ? യേശു വരും, മരിച്ചവർ ഉയർക്കും. അതിനൊരു ഉറപ്പ് ദൈവം എനിക്ക് തന്നു. പാസ്റ്റേ പറ പാസ്റ്റേ, ഏതാ പാസ്റ്റേ ഉറപ്പ്? ദർശനം പലതും കണ്ടോ? ദർശനം പലതും കണ്ടു, പക്ഷെ യേശു വരുന്നതൊന്നും കണ്ടില്ല. സ്വപ്നം വല്ലതും കണ്ടോ? സ്വപ്നം പലതും കണ്ടു, യേശു വരുന്നതൊന്നും കണ്ടില്ല. പക്ഷെ ദർശനത്തെക്കാൾ സ്വപ്നത്തെക്കാൾ എൻ്റെ യേശു വരുമെന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഉറപ്പ് ദൈവം എനിക്ക് തന്നു. ഏതാ ഉറപ്പ്? ആ ഉറപ്പാ യേശുവിന്റെ ഉയർപ്പ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആണോ യേശുവിന്റെ ഉയർപ്പാണോ യേശുവിന്റെ വരവിന്റെ ഉറപ്പ്? അതെ, ആ കുറിവാക്കി ഒന്നുകൂടെ കാണിച്ച്, ഡിസ്പ്ലേയിൽ നിന്ന് കാണിച്ച്, 1 പത്രോസ് 1-3-4 കൂടെ പെട്ടെന്ന് കാണിച്ച്. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശ. അപ്പൊ ജീവനുള്ള പ്രത്യാശ യേശുവിന്റെ വരവാണെങ്കിൽ, മരിച്ചവരുടെ ഉയർപ്പാണെങ്കിൽ, എന്റെ രൂപാന്തരമാണെങ്കിൽ അതും നടക്കുമെന്ന് എനിക്ക് ദൈവം തന്ന ഉറപ്പാണ്. എന്റെ യേശുവിന്റെ ഉയർപ്പെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്ക്. അതിനൊരൊറ്റ തെളിവ് പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് നിർത്താം. നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ ആനുകാലിക സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം. ഒറ്റ ഉറപ്പ് പറയാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന സനാതന സത്യത്തെ ആസ്പദമാക്കി മരിച്ചവരുടെ ഉയർപ്പ്, പുനരുദ്ധാന ശരീരം, ഈ വിഷയങ്ങളെ പൗലോസ് കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്ന ഒരൊറ്റ പദം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നു. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാലേ കാര്യം മനസ്സിലാകത്തുള്ളൂ. ദയവായി ഇപ്പോൾ ആരും വേദപുസ്തകം വായിക്കരുത്. പൗലോസ് പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. എന്താണ് പദത്തിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേട്ടു. യഹൂദന്മാർക്ക് 7 പെരുന്നാളാണ്. അതിലൊരു പെരുന്നാളാണ് ആദ്യബലക്കറ്റ പെരുന്നാൾ. ആദ്യബലക്കറ്റ പെരുന്നാളിന് 3 ദിവസം മുമ്പ് പുരോഹിതനും ജനവും കൂടെ വയലിലേക്ക് ചെല്ലും. സന്ധ്യയായോ സന്ധ്യയായോ, സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിക്കും. സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആ വയലിൽ നിന്ന് ഒരു കറ്റ കൊയ്തെടുക്കും. ആദ്യബലക്കറ്റ കൊയ്തെടുക്കും. ആ കറ്റ മഹാപുരോഹിതന്റെ കയ്യിൽ ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കും. മഹാപുരോഹിതൻ ആ കറ്റ 3 ദിവസം തിരശ്ശീലയ്ക്ക് മുൻപിൽ വയ്ക്കും. 3-ാമത്തെ ദിവസം ആ കറ്റ തന്റെ കരത്തിലെടുത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഉയർത്തി വീശും. അതിന് പറയുന്ന പേരാണ് നീരാജനം ചെയ്യുക. എന്താണ് ഇതിന്റെ അർത്ഥം? യഹൂദന്റെ വയലിൽ നിന്ന് ആദ്യബലക്കറ്റ കൊയ്തെടുക്കതുപോലെ ക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു. 3 ദിവസം ആ കറ്റ തിരശ്ശീലയുടെ മുമ്പിൽ വെക്കുന്നത് പോലെ യോസേപ്പിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെച്ചു. എന്നാൽ 3-ാമത്തെ ദിവസം ആ കറ്റ എടുത്തുയർത്തി നീരാജനം ചെയ്യുന്നത് പോലെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് നമ്മുടെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. അറപ്പുള്ളവർ കരം വീശി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം പറയുക. അതാണ് പൗലോസ് പറയുക, ആദ്യ ഫലം ക്രിസ്തു.
അടുത്ത പദം ശ്രദ്ധിച്ചോ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ നീരാജനം ചെയ്യപ്പെട്ട കറ്റ ഒരു സൂചനയാ. ഏതു സൂചന? ഈ കറ്റ കൊയ്ത വയലിൽ ഇനി ധാരാളം കറ്റകൾ നിൽക്കുകയാ. ഒറ്റ കറ്റ മാത്രമേ കൊയ്തിട്ടുള്ളൂ, ആദ്യ ഫലക്കറ്റ മാത്രമേ കൊയ്തിട്ടുള്ളൂ. കറ്റകൾ ഇനി വയലിലുണ്ട്. ഇവിടെ നീരാജനം ചെയ്യപ്പെട്ട കറ്റ അടുത്തു നടക്കാൻ പോകുന്ന കൊയ്ത്തിന്റെ മുന്നോടിയാ. ഈ കറ്റ പറയുന്നു, ഞാൻ കൊയ്യപ്പെട്ട വയലിൽ അടുത്തൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു. അവിടെ നീരാജനം ചെയ്യപ്പെട്ട കറ്റ, ആ കറ്റ കൊയ്ത വയലിൽ നടക്കാൻ പോകുന്ന അടുത്ത കൊയ്ത്തിന്റെ സൂചനയാണെങ്കിൽ പൗലോസ് പറയുന്നു, അതെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മറ്റൊന്നിന്റെ സൂചനയാ. ഏതിന്റെ സൂചന? എന്റെ യേശു ഉയർത്ത മണ്ണിൽ മറ്റൊരു ഉയർപ്പ് നടക്കാൻ പോകുന്നു. ആരുടെ ഉയർപ്പ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോ കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ തുറന്ന് ഉയർത്തെഴുന്നേക്കാൻ പോകുന്നു, രൂപാന്തരപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവരെ കരമടിച്ച് ശക്തിയോടെ രാത്രി ദൈവത്തെ ആരാധിക്കുക. ആരും അധരം പൂട്ടിയിരിക്കാതെ എല്ലാ കരങ്ങളും അടിച്ച് ആധരം ചലിപ്പിച്ച് ഈ രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. സഹോദരങ്ങളെ, കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും. മരിച്ചവർ ഉയർക്കും, ഞാൻ രൂപാന്തരപ്പെടും. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയാം, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കടുത്തു. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ അവരുടെ കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യും. എല്ലാവരും തൽസ്ഥാനത്ത് ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു ഗാനം പാടി ഇന്ന് രാത്രി നാം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഉലക മഹാന്മാർ അകലരും ഒരുപോലെ കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആദരം തുറന്ന് സ്വത്രം പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. ഉലകമഹാത്മാലകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാത്മാലകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അവൻ ശാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. അവൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശു
ഗീതം പാടിടുവിൻ. അവൻ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അവൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. അവൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർത്തിരിപ്പിൻ കരകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഉയർത്തിരിപ്പിൻ കരകുകളെ യേശുവെ സ്വീകരിപ്പാൻ. അവൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കും ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ. നഗരേശു മഹേശ്വരനായ നഗരേശു മഹേശ്വരനായ ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. 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 എല്ലാവർക്കും ഒരു നിമിഷം കൂടി ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഈ പ്രാരംഭരാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സത്യസുവിശേഷം നമ്മോട് സംസാരിക്കുവാനായിട്ടിടയായി. കർത്തൃദാസനെ ദൈവം ബലപ്പെടുത്തി ജനം കടന്നു വരുവാനിടയായല്ലോ. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നാളെ രാത്രിയിലും ഇതേ സമയത്ത് ഇവിടെ വെച്ച് ഈ യോഗം തുടരുകയാണ്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും കടന്നു വരുവാനായിട്ട് ഓർപ്പിക്കുന്നു. വലിയ ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. 8 മണിക്ക് തന്നെ നാളെ രാത്രിയിലും എല്ലാവരും കടന്നു വരിക. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു പോകാം. ഇപ്പോൾ മിസ്രയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ രാജു ഡി ക്രൂസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്യാമല്ലോ. ഇത്രത്തോളം നമ്മെ സഹായിച്ച വലിയ ദൈവകൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാത്രിക്കായിട്ട് വീണ്ടും ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു.
കൺവെൻഷന്റെ 1-ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ദൈവസവിധത്തിലേക്ക് കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ ധന്യമായ ചിന്തയിലാകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ആ ദൈവിക രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ ക്രിസ്തുയേശുവിലൂടെ ഒരുക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, കർത്താവിന്റെ വരവാസനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വേർപാടിൽ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവിക വചനം അറിയിച്ച അങ്ങയുടെ ദൂതനെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും ആത്മാവിന്റെ ശക്തിയോട് ദൈവത്തിന്റെ ആലോചന ദൈവജനത്തിന്റെ മധ്യ അറിയിക്കുവാൻ, അത് ദൈവജനം ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അത് അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിന്റെ വചനം ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവം ഈ ദിവസങ്ങളിൽ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അനേക ജീവിതങ്ങൾ ഇനിയും ആർത്തിയോട് കടന്നു വന്ന് ആത്മസന്തോഷവും വിടുതലും പ്രാപിക്കുന്ന ദിനങ്ങളാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ദൈവജനത്തിനായ സ്തോത്രം. ഞങ്ങൾ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. മടക്ക യാത്രയിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കാൻ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടുത്തരമല്ലണമേ നല്ല സ്വർഗ്ഗീയ പിതാവേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇവിടെ നടക്കുന്ന കൺവെൻഷനോടും കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും കർത്താവിന്റെ രണ്ടാമത്തെ ഒരു കൊണ്ടായിരിക്കുമാറാകട്ടെ. രാത്രി ചെത്തുന്ന കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ കടന്നു പോകാം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴം